ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുന്നു. എന്താണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പം ഞാൻ മുമ്പ് തുറക്കട്ടെ, ഞാൻ കാണിച്ചു തരാം. ഞങ്ങളിപ്പോൾ തുറന്നൊക്കെ നോക്കിയതാണ്. ഇതിൽ കുറച്ച് സെറ്റപ്പ് അപ്പോഴത്തെ ഇതിപ്പോൾ ഇവിടെ വെച്ചിട്ട് എല്ലാം വണ്ടി പുറത്തെടുക്കാല്ലേ, പുറത്തെടുത്തിട്ട് ക്ലീൻ ചെയ്യും. കണ്ടോ ഗൈസ്, വണ്ടി സീൻ, റിമോട്ട് ഗൈസ്, റിമോട്ട്സും ഉണ്ടോ? ഈ ഓഫ് റോഡ് കാർ കണ്ടോ? നിങ്ങൾ ഒരാ കാണുന്ന കണ്ടൊക്കെ ഞെട്ടും. ലംബോർഗിനി ആനയുടെ സാധനം. പിന്നെ ഇത് കണ്ടോ, വണ്ടി ഫുള്ള് തുറക്കേക്കട്ടെ. തുറച്ചിട്ട് വരാം. കണ്ടോ ഗൈസ്, അമ്മേ പുറമൊഴി പോയി ഗൈസ്. ഓഫ് റോഡിന്റെ കുറെ വണ്ടികളുണ്ട് ഗൈസ്, നല്ല വണ്ടികള്. തുടയ്ക്കാൻ പോവാണ് ഗൈസ്. നമ്മൾ എടുത്തിട്ട് കുറെ നാളായി ഗൈസ്. പൊടി പിടിച്ചിട്ടുണ്ട്. എന്റെ ചേട്ടായിനെ തുടച്ചോണ്ടിരിക്കുക. ലംബോർഗിനി വലുതാട്ടോ, ബാക്കിയുള്ള ഫുള്ള് ചെറുതാ. ഞങ്ങൾ പണ്ട് ഓടിച്ചു തന്നോണ്ടിരുന്ന, പക്ഷെ അത് കുറച്ചാളെ വീട് മാറ്റി വേറെ വീടാക്കി പുതിയത്. അതുകൊണ്ട് അത് വേറെ ഞങ്ങളുടെ അപ്പച്ചന്റെ റൂമിലേക്ക് ആ പെട്ടിയിൽ വെച്ച് മാറ്റി ഗൈസ്. എത്ര നാളെ കണ്ടിട്ടെന്ന് അറിയാമോ? ഇവനും ഇതും ആർസിയാണ്, നല്ല സ്പീഡിന്റെ ആണ്. ഇവനുണ്ടോ സ്പീഡ് നമ്മൾക്ക് ഇവിടെ ഇട്ട് ഓടിച്ച് പറ്റൂല. വേറെ എവിടെയും വലിയൊരു ഗ്രൗണ്ടിൽ പോയി ഓടിക്കണം ഗൈസ്, അല്ലെങ്കിൽ എവിടെയും കൊണ്ട് ഇടിച്ചു പൊട്ടും. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ നല്ല കൺട്രോൾ പൊന്ന ഗൈസ്. ഈ സ്പീഡ് എന്ന് പറഞ്ഞ ഈ രണ്ടെന്തിനാ ഉടുക്കത്തെ സ്പീഡ് അല്ലേട്ടേ. എന്റെ പണ്ടത്തെ വണ്ടി ഈ ലംബോർഗിനിയാണ്. അതിപ്പോ മാറ്റി കൊറേ നാളായി. ഞങ്ങളൊരെണ്ണം മേടിച്ചിട്ടുണ്ടായ ഗൈസ്, അത് ഞങ്ങളുടെ വീഡിയോയിൽ വെച്ചിട്ടുണ്ടാവും. ഞങ്ങളിപ്പോ കാട്ടിത്തരാം ഗൈസ്, കാട്ടിത്തരാട്ടോ. ഇതാണ് ഗൈസ് നമ്മുടെ മറ്റേ ആദ്യം മേടിച്ചിട്ട് എന്റെ ചേട്ടന് പോയതാ. പക്ഷെ ഇത് ഇങ്ങനെ ഇരിക്കണേ, ഓണാക്കിട്ട് ഞാൻ നിങ്ങളെ കാട്ടിത്തരാം. വേറെ അറിയോ പോയിട്ടോ? ഇവിടെ കേട്ടോ, ഇവിടെ കുത്തണ സ്ഥലവും ഇവിടെ ഓണാക്കണ സ്ഥലവും ഓണാണ് ഗൈസ്. പിന്നെ നമ്മുടെ സഞ്ജയിന്റെ കാറുണ്ട്, അത് ഇറങ്ങാണ്ട് കോൺഗ്രസ് അത് എയർ സസ്പെൻഷൻ ഒക്കെ ചെയ്യാൻ പോവാണ്. ഗൈസ്, ഈ സ്വിച്ച് പിടിച്ചേക്കണം. ഈ സ്വിച്ച് പിടിച്ചേക്ക ഡോർ തുറന്ന് നമ്മളിത് എഴുതി പിടിച്ച കീപ്പ് ഉണ്ടല്ലോ, എഴുതി പിടിച്ച കീപ്പ് ഇത് നമുക്ക് ഓടിച്ചെടുത്തരാം. പവിത്രങ്ങളെ തീറ്റിപ്പോറ്റുന്ന തമ്മിൽ ഒരുപാടുണ്ട്. എങ്കിലന്ന് ഹിന്ദുചൂടന്റെ കോടതി നിന്റെ കേസെടുക്കും. നിയമവും ന്യായാധിപനും ഞാൻ തന്നെ ആയിരിക്കും. കൊല്ലും ഞാൻ. എന്നാ ഗായ്സ്, ഞാൻ മാറ്റിട്ട് മറ്റത്
പൊളിയാട്ടെ. സോങ് ഫ്രണ്ട്സിനെ കാട്ടി കൊടുത്തട്ടെ. കൊറേ ഒരു ഇതെല്ലാം ക്ലീൻ ചെയ്തു. ഇനി ഇതും കൂടി ക്ലീൻ ചെയ്യാനുണ്ട്. കണ്ട നല്ല സ്പ്രിങ് ഒക്കെ ഉണ്ട്. ക്ലീൻ ചെയ്തു. അതിൻ്റെ എല്ലാത്തിൻ്റെ അടിഭാഗം കാണിച്ചിട്ടോ. ചിലതിൻ്റെ ഇതിപ്പോൾ ഇതിൻ്റെ, പിന്നെ ലംബോർഗിനിയുടെ ഇതാണ്, ബെൻസിൻ്റെ ഇട്ടത് അടിഭാഗം. പിന്നെ അതുപോലെ തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ അടിഭാഗം ഒന്നുമില്ല. അടിയാണ്. പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ ഇതാണ് ഇതുങ്ങളുടെ റിമോട്ടുകൾ. ഇതെൻ്റെ ഹെലികോപ്റ്റർ, ഇതെൻ്റെ ചാക്സൻ്റെ ഹെലികോപ്റ്ററിൻ്റെ റിമോട്ടാട്ടോ. ഇതിങ്ങനെ വലിക്കാൻ പറ്റി ഈ ആൻറ്റില. ഇത് വലിച്ചിങ്ങനെ പൊക്കാൻ പറ്റുകയാണ്. ചൂണ്ടയുടെ പോലത്തെ കണ്ടോ, ഇങ്ങനെ പൊങ്ങി പോകാൻ നല്ല ഹൈറ്റ് പൊങ്ങണമാണ്. പിന്നെ ഇത് വേറൊരു. അപ്പോൾ ഞാനിതൊരു ഉണ്ട്. ഇനി ഒരാളെ കൂടി ഞാൻ നോക്കാം. ആ വണ്ടിയുടെ ആ റിമോട്ടിൻ്റെ യജമാനെ ഞാൻ കാണിച്ചത്. ഇരിക്കുന്നു ഇതാണ് കേട്ടോ. ഞാൻ ലൈറ്റ് ടെൻഷൻ കേട്ടോ. ഇതാട്ടോ അതെ കണ്ടോ, ലൈറ്റ് പോകുന്നത്. പിന്നെ അപ്പം മൊത്തം 1 2 3 4 5 പിന്നെ 6 7 ഇനി ചാക്സും 6 7 8 RC കാറുകൾ ഇപ്പോൾ ഉണ്ട്. ഇതിൽ ഏറ്റവും സ്പീഡുള്ളതാണ് ആ ബ്ലാക്ക്. സ്പീഡാണ് ബ്ലാക്കിൻ്റെ കൂടെ തന്നെ അതിനെക്കൊണ്ട് എൻ്റെ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇത് ഓഫ് റോഡാണ്. ഇത് പിന്നെ സാധാ ഒരു വണ്ടിയുടെ ഒരു ഇതാണ്. ഇത് ഓഫ് റോഡിൻ്റെ ഇതാണ്. പക്ഷേ വർക്കാവുന്ന എനിക്കറിയില്ല ബാറ്ററിൻ്റെ ഇടുക. ഇത് ഈ റേസിന് കേസാണ്. ഇത് ഏറ്റവും കൂടുതൽ യൂസാണ് ഇതാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സ്പീഡ്, പിന്നെ സോക്കംസർ എത്രക്ക് ഇത് വന്നാലും കുഴപ്പമില്ലാണ്ട് നിന്നോളും. പിന്നെ ഇതിൻ്റെ ബാറ്ററി ഒക്കെ കണ്ടുപിടിച്ച് ഭയങ്കര ഫീലാണ്. പിന്നെ ഇന്ന് ഏത് റിമോട്ടായാലും കുഴപ്പമില്ല, വർക്കായിക്കോളും. ഇനി ഇതൊന്ന് ബെൽറ്റിൻ്റെ വെച്ചിട്ട് വരാം. ഈ കുട്ടിയാണ് അപ്പച്ചൻ വെച്ചിട്ട് വരാം. അപ്പച്ചാ ഇത് ഉണക്കാൻ വെച്ചിട്ടേ അപ്പച്ചനായിട്ട് എടുത്തത്. ഇനി ഒരു മുതലും കൂടി ഉണ്ട്. അതിനെ കണ്ടാൽ നിങ്ങളെ കിളി വാരി ചിലപ്പോഴായിട്ട് എടുക്കുള്ളൂ. എന്തൊക്കെ ഒരു മിനിറ്റ് ഭയങ്കര സ്പീഡുണ്ട്. സ്പീഡ് ടാങ്കിലേ ടാങ്കിലെന്തോ ഉണ്ട്. പിന്നെ ഞങ്ങൾ ദിവസം ഇത് ഞാൻ കാണിച്ചു തരാം. ഞങ്ങളുടെ വീട്ടിലത്തെ ഞൗണിക്കയുടെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഞൗണിക്കല്ല, ഉണ്ണിക്കെത്തി. ഞങ്ങളുടെ അപ്പയുടെ അനിയൻ്റെ വീട്ടിൽ നിന്ന് ഒരു JP കൊണ്ടുവന്നുണ്ട്. മനുഷ്യരുടെ ഇത്ര കുറേ കൊണ്ടുവന്നുണ്ട്. അപ്പം ഞങ്ങളുടെ നിന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ 4 ജനം കൊണ്ടുവന്നുണ്ട്. പിന്നെ നമുക്കിപ്പോൾ ഇതൊക്കെ നോക്കി എന്തെങ്കിലും എന്താ ചെയ്യേണ്ടതെന്ന് അപ്പം നമ്മൾ ചോദിക്കാം. അപ്പോൾ എന്താണെന്ന് പറയാം. ഇത് റിമോട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് മുമ്പോട്ടും പോകണം, ഇത് മുന്നോട്ടും ബാക്കോട്ടും പോകാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നമുക്ക് മുമ്പോട്ട് പൊക്കി കൊണ്ടുപോയിട്ട് ലെഫ്റ്റിനോട്ടൊക്കെ തിരിക്കാം. പിന്നെ ഇതെന്തിൻ്റെ സ്വിച്ചാണ് കൃത്യമായിട്ട് നമ്മളുള്ള. പിന്നെ ഇത് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും സംഭവമായിട്ടാണ് എന്നോട് പറഞ്ഞത്. എനിക്കറിയാവുന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ എന്താ ചെയ്യണമെന്ന് ഞാൻ ഇതിനോട് ചോദിക്കുന്നത് TVയുടെ കണ്ടിട്ട്. പിന്നെ നമ്മൾ ഒരു സാധനം കൂടി കൊണ്ടുവന്ന് കാണിച്ചു തന്നിട്ട് ഈ വീഡിയോ ഞാൻ പറഞ്ഞപ്പോൾ അപ്പോൾ ഇതിപ്പോൾ എനിക്ക് ഒരു 15-ാം തീയതി 14-ാം തീയതി ഞാൻ ഒരു കാറ് മസ്റ്റായിട്ട് മേടിച്ചതായിരുന്നു. നമ്മൾ ആദ്യത്തെ RCയുടെ വീഡിയോ ഇട്ടില്ലേ, തട്ടിപ്പ് കാണാനെ പറ്റിച്ച് പറഞ്ഞ സാധനം, അതിൻ്റെ പോലെ തന്നെ ഒരു 1-1.5 സാധനം ഞാൻ കാണിച്ചു തരാം. അവിടെ എൽദോസ് പിന്റുവിൻ്റെ വീഡിയോ തന്നെയുണ്ട്. അവിടെ എൽദോസിൻ്റെ കയ്യിൽ
ഇപ്പോൾ ഇത് ഏകദേശം ഇത്രത്തോളം ഒരു RC കാർ ഇരിക്കുന്നുണ്ട്. ടയർ ചെയ്തുകൊണ്ട് ഇത്രയും കാണും. നല്ല വലിപ്പമുള്ളതാണ്, നല്ല സ്പീഡൊക്കെ ആട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ RC കാറുടെ അവസ്ഥ നിങ്ങൾ കണ്ടായിരിക്കും. ചിലപ്പോൾ ഈ ഇത്രയുള്ളൊരു പുല്ല് കൊണ്ടുപോയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കൊണ്ടുവന്നപ്പോൾ ടൈലൊക്കെ ഇട്ട് ഓടിക്കാൻ നല്ല സ്പീഡ്. ഇത്രയുള്ളൊരു പുല്ല് കൊണ്ടുപിടിച്ച് നിൽക്കുന്നവരൊന്നും ആലോചിച്ച് RC കാർ ഓടിക്കാനൊക്കെ ഞാൻ കാണിച്ചിടങ്ങായിരിക്കും എന്തായാലും. അപ്പം ഈ വീഡിയോയിൽ ഇത്രയ്ക്ക് കാണിക്കും. അപ്പം വണ്ടി എടുക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പം അപ്പച്ചൻ പറഞ്ഞു ഇപ്പം വണ്ടി എടുക്കില്ല, കുറേ നേരം എടുക്കും, വയ്യ, കുറേ നേരം തപ്പിയിട്ടാണ് കിട്ടിയത്. പിന്നെ നമ്മുടെ വീട്ടിൽ ഒരു കീബോർഡ് ഉണ്ട് കേട്ടോ, അത് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം. അടുത്ത വീഡിയോയിൽ അത് പ്ലേ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ ഈ ഞൗണിക്കയുടെ ഇതിൽ ഞൗണിക്കേനെ മുടികെട്ടിയുടെ ഒരു ടാങ്ക് ഉണ്ടാക്കാൻ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു. അത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണാം. അപ്പം അതിലേക്ക് നമ്മൾ ഇച്ചിരി കുറേ ദിവസമായി വളർത്തുന്നു. ഒരു ഞൗണിക്കേനെ കാണിച്ചൊരു 3 കേട്ടോ. ഇപ്പം ഞാൻ ഒരെണ്ണമായി പൊങ്ങി വന്നിട്ടുള്ളൂ. ഇത്രയുള്ള സൈസുള്ള ഞൗണിക്കാണെങ്കിൽ ഇതൊക്കെ എൻ്റെ കയ്യിൽ ഇത്ര ഉണ്ട്. വളർത്തി ഇത്രയുണ്ട്. കണ്ടോ ഞൗണിക്ക പിന്നെ കുറേ ഉണ്ട് കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ.